ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. 11ാമത്തെ ശ്ലോകം. സോചിന്തയത്തഥാ തത്ര മമത്വാകൃഷ്ടചേതനഃ മത്പൂർവൈ പാലിതം പൂർവം മയാ ഹീനം പുരം ഹി തത്. സോചിന്തയത്തഥാ തത്ര. ഇത്ര നാളും ഇവിടെ ഇപ്പോൾ ഈ സുരഥ രാജാവ് ആ മുനിയുടെ ആശ്രമത്തിൽ വളരെ ശാന്തമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ ആ ശാന്തതയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിരുന്ന സുരഥ രാജാവ് അവിടെയൊക്കെ ഒന്ന് ചുറ്റുപാടുകളൊക്കെ ഒന്ന് നടന്ന് കണ്ട് അവിടുത്തെ ഓരോരോ ആ ശാന്തത, പ്രകൃതി ശാന്തത, വന്യമൃഗങ്ങളുടെ ശാന്തതയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് സഹ അചിന്തയത് തഥാ തത്ര. അപ്പോഴാണ് സഹ എന്ന് പറഞ്ഞാൽ അവൻ, ഇവിടെ ആ സുരഥ രാജാവ് ഇങ്ങനെ ചിന്തിച്ചത്. തഥാ തത്ര, അവിടെ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുവാൻ ഇടവന്നു. എന്താ? മമത്വാകൃഷ്ടചേതനഃ, താൻ അത്ര നാളും അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു രാജപദവിയും രാജ്യവും ആ രാജ്യത്തിലെ രാജകീയമായ സുഖങ്ങളുമൊക്കെ അനുഭവിച്ചത് ഒക്കെ ഒരു ഓർമ്മയുടെ വെള്ളിത്തിര പോലെ അതങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ മമത്വാകൃഷ്ടചേതന, ഉള്ളിൽ വെച്ച് ഈ ഓർമ്മകളൊക്കെ ഒരു മമതാബോധം, മമത്വത്തെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ തുടങ്ങി. ഇനി എന്താണ് ചിന്തിച്ചതെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുവാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സോചിന്തയ തഥാ തത്ര, അവിടെ തഥാ എന്ന് പറയുന്നിടത്ത് ചില ഗ്രന്ഥങ്ങളിൽ ഇവിടെ സോചിന്തയത് എന്ന് കൊടുത്തിട്ട് തഥാ തത്ര എന്നായിരിക്കാം. ചില ഗ്രന്ഥങ്ങളിൽ കൂട്ടക്ഷരമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. മത്പൂർവൈ, അല്ല, ആ ശ്ലോകം കഴിഞ്ഞിട്ടില്ല. മത്പൂർവൈ പാലിതം പൂർവം മയാ ഹീനം പുരാ ഹി തത്. മത്പൂർവൈ, എൻ്റെ പൂർവികന്മാരായിട്ടുള്ള രാജവംശത്തിൽ പിറന്നവർ. പാലിതം പൂർവം, അങ്ങനെ മുൻപ് നന്നായി പാലിച്ച് രക്ഷിച്ചു കൊണ്ടുവന്നിരുന്ന ആ രാജ്യം, അതായത് തൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കുറ്റബോധമാണ് ഇപ്പോൾ സുരഥ മഹാരാജാവിനെ മഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്ര കാലവും താൻ തൻ്റെ പ്രജകളെ എപ്രകാരമാണോ, എത്ര ഭംഗിയായിട്ടാണോ, എത്ര നന്നായിട്ടാണോ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്, ആ രാജ്യം തൻ്റെ പൂർവികന്മാരും അതേ വിധത്തിൽ തന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ ഈ ഒരു യാത്രയുടെ ഇടയിൽ എപ്പോഴോ തനിക്ക് തൻ്റെ രാജ്യവുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പൂർവികന്മാർ നന്നായി പരിപാലിച്ചു കൊണ്ടുവന്നിരുന്ന തൻ്റെ രാജ്യം മയാഹീനം, എന്നെ കൂടാതെ ആയല്ലോ, പുരം ഹി തത്, എന്നെ കൂടാതെയുള്ള ഒരു രാജ്യമായി തീർന്നുവല്ലോ എന്നൊരു സങ്കടം ഉള്ളിലപ്പോൾ നാം വിട്ടു തുടങ്ങി ആ രാജാവിന്. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. മത്ഭൃത്യൈസ്തൈരസദ്വൃത്തൈർധർമ്മദഃ പാല്യതേന വാ. ന ജാനേ സപ്രധാനോ മേ ശൂരഹസ്തി സദാമദഃ. ഇവിടെ താനില്ലാത്ത ആ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സുരഥൻ്റെ മനസ്സിൽ വന്നത് മത്ഭൃത്യൈസ്തൈരസദ്വൃത്തൈർ, എൻ്റെ ഭൃത്യന്മാരൊക്കെ
ഞാൻ എത്രമാത്രം നന്നായി പരിപാലിച്ചു കൊണ്ട് വന്നിരുന്നതാണോ അവരെയുമൊക്കെ എത്രമാത്രം സംരക്ഷിച്ചിരുന്നുവോ അവരൊക്കെ തൈഹി അവർ അസദ്വൃത്തൈർ എന്നോട് നന്ദികേടാണല്ലോ കാണിച്ചത്. എന്നിട്ട് എന്നെ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചല്ലോ. ധർമ്മത പാല്യതേനവ. ഇനി അവരാ രാജ്യത്ത് ധർമ്മപരിപാലനം നടത്തുന്നുണ്ടോ ആവോ? ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ചിന്ത ആ സുരഥ രാജാവിൻ്റെ ഉള്ളിൽ കടന്നുകൂടി. കാരണം താൻ തൻ്റെ മക്കളെപ്പോലെ പരിപാലിച്ച ഒരു പ്രജകൾ താനില്ലാത്ത രാജ്യത്ത് ദുഃഖിച്ച് കഴിയുകയാണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അതിൻ്റെയൊക്കെ മൂലകാരണമെന്ന് നമുക്ക് കാണാം. എന്നിട്ട് പറയാം, ന ജാനെ സ പ്രധാനോമേ ശൂരഹസ്തി സദാമത. ശൂരനും അതുപോലെ തന്നെ സദാമതഃ സദാ മതിച്ചിരിക്കുന്നവനുമായിട്ടുള്ള ആ ശത്രുക്കൾ, എൻ്റെ ഭൃത്യന്മാർ, അവരുടെയൊക്കെ കൈകളിൽപ്പെട്ട എൻ്റെ രാജ്യം അവർ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നുണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവിടെ സുരഥ രാജാവിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. മമ വൈരിവശം യാത കാൻ ഭോഗാനുപലപ്സ്യതേ യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈ. മമ വൈരിവശം, എൻ്റെ വൈരി എന്നാൽ ശത്രുക്കൾ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ യാത എത്തിപ്പെട്ടത്, കാൻ ഭോഗാനുപലപ്സ്യതേ അവർ വേണ്ട വിധത്തിൽ അതിനെ സൂക്ഷിച്ച് സംരക്ഷിക്കുമോ? യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈ. യേ അവർ, മമ അനുഗത എൻ്റെ അനുഗതന്മാരായിട്ടുള്ളവർ, എൻ്റെ സേവകന്മാരായിട്ടുള്ളവർ, നിത്യം പ്രസാദധനഭോജനൈ അവർ എൻ്റെ അനുചരന്മാരായിട്ടുള്ളവരൊക്കെ പൊതുവെ അനുചരന്മാരുടെ ഒരു, അതായത് രാജകിങ്കരന്മാരുടെ ഒരു പൊതു തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിത്യം പ്രസാദ ധനഭോജനൈ, സ്വയം ധനമാർജിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഭോജനൈ തൻ്റെ ഭക്ഷണത്തിനായിക്കൊണ്ട് വയറ് കഴിക്കാനും, അതുപോലെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിത്യം പ്രസാദ തൻ്റെ രാജാവിനെ അല്ലെങ്കിൽ തൻ്റെ യജമാനനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവരിപ്പോഴാകട്ടെ അവർ സ്വാർത്ഥമതികളാണ്, ദുഷ്ടബുദ്ധികളാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവരുടെ കൈകളിൽ എൻ്റെ രാജ്യവും പ്രജകളുമൊക്കെ എങ്ങനെയായിരിക്കുമോ എന്നുള്ള ഒരു വേവലാതിയാണ് ഇപ്പോൾ സുരഥ രാജാവിൻ്റെ ചിന്തകളിലൂടെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും 14ാമത്തെ ശ്ലോകമാണ്. അനുവൃത്തിം ധ്രുവം തേദ്യ കുർവന്ത്യന്യമഹീഭൃതാം അസ്മ്യവ്യയശീലൈസ്തൈ കുർവദ്ഭിഃ സതതം വ്യയം. അനുവൃത്തിം ധ്രുവം തേദ്യ കുർവന്ത്യന്യമഹീഭൃതാം. ഇവരൊക്കെ അനുവൃത്തിം ധ്രുവം എന്ന് പറഞ്ഞ ധ്രുവം ഉറപ്പ്. ഇവരൊക്കെ ഇപ്പോൾ എങ്ങനെയായിരിക്കും? കുർവന്തി അന്യമഹീഭുജാം, മറ്റു രാജാക്കന്മാരുടെ, അതായത് തൻ്റെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന മറ്റു രാജാക്കന്മാരോടൊപ്പം ചേർന്നതുകൊണ്ട് തന്നെ അവരുടെ മഹീഭുജാം എന്ന് പറഞ്ഞാൽ അവരുടെ ആജ്ഞാകാരികളായിട്ട് കഴിയുകയായിരിക്കുമല്ലോ ഇപ്പോൾ. അതുകൊണ്ട് നിശ്ചയമായും അവരിപ്പോൾ ഏത് പ്രകാരത്തിലായിരുന്നോ എന്നോട് നിന്നിരുന്ന അതേപോലെ തങ്ങളുടെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഒപ്പം തങ്ങളുടെ സ്വന്തം ധന സമ്പാദനത്തിന് വേണ്ടി തന്നെയാവും ഇപ്പോൾ അവർ നിലകൊള്ളുക എന്നത് ധ്രുവം ഉറപ്പാണ്. അതായത് ഈ തൻ്റെ അനുചരന്മാരായി നിന്നവരെയൊക്കെ താൻ എത്രമാത്രം ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നുവോ അവരൊക്കെ തന്നോട് ചെയ്ത ചതി, അപ്പോൾ ഇത് ലോക സ്വഭാവമാണ് രാജകിങ്കരന്മാരുടെ അല്ലെങ്കിൽ അനുചരന്മാരുടേത്. അവരെവിടെ നിൽക്കുന്നുവോ അവിടെ
അവരിതേ രീതിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ടാവും. തങ്ങളുടെ പണസമ്പാദനം, തങ്ങളുടെ മൃഷ്ടാന്ന ഭോജനം, തങ്ങളുടെ ഉന്നതി, തങ്ങളുടെ അഭിവൃദ്ധി, ഇതിനപ്പുറം അവർക്ക് ധർമ്മമോ രാജ്യസ്നേഹമോ പ്രജാസ്നേഹമോ ഉണ്ടാകുവാൻ തരമില്ല എന്ന് ചിന്തിക്കുകയാണ്. അസ്മ്യക് വ്യയശീലൈസ്തൈ കുർവദ്ഭിഃ സതതം വ്യയം. അസമ്യക് വ്യയശീലൈസ്തേ. വ്യയശീലൈസ്തൈ, തൈ എന്ന് പറഞ്ഞാൽ അവർ, തൻ്റെ കിങ്കരന്മാരായിട്ടുണ്ടായിരുന്നവർ. വ്യയശീലം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിനൊക്കെ ചിലവ് ചെയ്ത് ശീലിച്ചിട്ടുള്ള അവർ, ഞാനും എൻ്റെ പൂർവികരുമൊക്കെ അസമ്യക്, വേണ്ട രീതിയിൽ തന്നെ സമ്പാദിച്ചിട്ടുള്ള ഭണ്ഡാരം മുഴുവൻ ഇപ്പോൾ ക്ഷയിച്ചു തീർന്നിട്ടുണ്ടാവും. കാരണം ഈ കിങ്കരന്മാരുടെ ഈ ഒരു വ്യയശീലം കൊണ്ട്. കുർവദ്ഭിഃ സതതം വ്യയം, ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ശീലിച്ചിട്ടുള്ളവരൊക്കെയും, അതായത് കഷ്ടപ്പെട്ട് ധനം സമ്പാദിച്ച് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ഞാനും എൻ്റെ പൂർവികരുമൊക്കെ സമ്പാദിച്ചു വെച്ച ഭണ്ഡാരം മുഴുവൻ ഇപ്പോൾ അനുചരന്മാർ അവരുടെ വ്യയശീലം കൊണ്ട് ഇപ്പോൾ എല്ലാം തന്നെയും ക്ഷയിച്ചിട്ടുണ്ടാവും. എന്നിട്ടൊരു പൊതുവായ തത്വം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ശത്രുക്കൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് വ്യയശീലം നടത്തിയിട്ടുള്ളവർക്ക്, ധാരാളമായി ധൂർത്തായി പണം ചിലവഴിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ചും അത് മറ്റൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കൊണ്ട് ഇങ്ങനെ ധൂർത്തായി പണം ചിലവഴിക്കുന്നവർക്ക്, അവരെപ്പോഴും അങ്ങനെ തന്നെ, അത് അവരുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ടാവും, ശീലമായി മാറിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. കാരണം അടുത്ത ശ്ലോകം പറയുകയാണ്, സഞ്ചിത സോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാന്യച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. സഞ്ചിത എന്ന് പറഞ്ഞാൽ കൂട്ടിവെച്ചത്. ഇതുപോലെ പൂർവികരൊക്കെ കൂട്ടിവെച്ചതായിട്ടുള്ള, സമ്പാദിച്ചതായിട്ടുള്ള, ധർമ്മത്തിൻ്റെ പാതയിലൂടെ സമ്പാദിച്ചതായിട്ടുള്ള ഈ ധനമൊക്കെ ഇവർ ഇങ്ങനെ ധൂർത്തടിച്ചപ്പോൾ ക്ഷയിച്ചിട്ടുണ്ടാവും എന്നത് ഓർക്കുമ്പോൾ, സോതിദുഃഖേന സഹ അതിദുഃഖേന, ആ രാജാവ്, അസുരഥ രാജാവ് ഏറ്റവും ദുഃഖത്തോടുകൂടി ക്ഷയം കോശോ ഗമിഷ്യതി, അത്യധികം ദുഃഖത്തോടുകൂടി ഈ രീതിയിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു. സദാ മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. അതുവരെ ശാന്തമായിരുന്നു ആ മുനിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന അത്രയും നിമിഷങ്ങളും ശാന്തമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മനസ്സ് അശാന്തിയിലേക്ക് പോയി തൻ്റെ പൂർവ്വകാല സ്മരണകൾ മനസ്സിനെ അശാന്തമാക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെ മനസ്സിനൊട്ടും സുഖമില്ലാതെ മനസ്സ് സദാ ഇതുപോലെയുള്ള ചിന്തകളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഏതച്ചാന്യച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. ഇങ്ങനെ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, തൻ്റെ പൂർവികരുണ്ടാക്കിയതൊക്കെ അവരിപ്പോൾ ക്ഷയിപ്പിച്ചിട്ടുണ്ടാവും. കാരണം അവർ അത് ശീലിച്ചു പോയിരിക്കുന്നു, അവരുടെ സ്വഭാവം അതാണ് എന്ന് പറയുകയാണ്. എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ, സമ്പത്താണെങ്കിൽ, അന്യൻ ആർജിച്ചവ ചെലവാക്കാൻ എത്രമാത്രം ലാഘവബുദ്ധി നമ്മൾ കാണിക്കുമോ അതേപോലെ ലാഘവബുദ്ധിയോടുകൂടി സ്വയം ആർജിച്ച് ഉണ്ടാക്കുന്ന സമ്പത്ത് ഇങ്ങനെ വ്യയങ്ങൾ നടത്തുന്നതിന്, നമ്മൾ ധൂർത്തടിച്ച് കളയുന്നതിന് വരികയില്ല, മനസ്സനുവദിക്കുകയില്ല. ഏതച്ച അന്യച്ച, മറ്റുള്ളവർ സമ്പാദിച്ചുണ്ടാക്കുന്നത് മാത്രമേ ഈ രീതിയിൽ കളയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ കിങ്കരന്മാർക്ക് ഈ സമ്പാദ്യത്തിലൊന്നും തങ്ങളുടെ വിയർപ്പ് വീണിട്ടില്ലാത്തത് കൊണ്ട് തന്നെ തങ്ങളുടെ പതിവ് സ്വഭാവം അവരിപ്പോഴും കാണിക്കുന്നുണ്ടാവും. ഇനി അടുത്ത ശ്ലോകം. തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസഃ സപൃഷ്ടസ്തേന കസ്ത്വം ഭോ ഹേതുശ്ചാഗമനേത്ര കഃ.
തത്ര വിപ്ര ആശ്രമാഭ്യാസേ, തത്ര അവിടെ വിപ്രാശ്രമാഭ്യാസേ, ആ ബ്രാഹ്മണൻ്റെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ കാലത്ത് വൈശ്യമേകം ദദർശസഃ, ഒരു വൈശ്യനെ, അതായത് വൈശ്യൻ എന്ന് പറയുന്ന വ്യവസായങ്ങൾ ചെയ്യുന്നവരെയാണ് വൈശ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ബ്രാഹ്മണൻ്റെ ആശ്രമത്തിൽ വെച്ച് വൈശ്യമേകം, ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരു വൈശ്യനെ അവിടെ വെച്ച് ആ സുമേധസ്സിൻ്റെ ആശ്രമത്തിൽ വെച്ച് ദദർശ സഹ, ദദർശ കണ്ടു, സഹ അവന്, അതായത് ആ സുരഥ രാജാവ് സുമേധസ്സിൻ്റെ ആശ്രമത്തിൽ വെച്ചൊരു വൈശ്യനെ കണ്ടുമുട്ടുന്നു. സ പൃഷ്ടസ്തേന കസ്ത്വം ഭോ ഹേതുശ്ചാഗമനേത്ര കഹ, സ പൃഷ്ടസ്തേന കസ്ത്വം. ആ സമയത്ത് സുരഥ രാജാവ് പോയി വൈശ്യനോട് ചോദിക്കുകയാണ്, പൃഷ്ട എന്ന് പറഞ്ഞാൽ ചോദിക്കുക, സഹ ഇവിടെ ആ സുരഥ രാജാവ് ചോദിച്ചു, തേന കസ്ത്വം ഭോ, കഹ ത്വം ഭോ, അങ്ങ് ആരാണ്, ഹേതുശ്ചാഗമനേ ഇത്ര കഹ, ഹേതുഹു ച ആഗമനേ അത്ര കഹ, ഇവിടെ വരുന്നതിന്, ആഗമിക്കുന്നതിന് എന്താണ് കാരണം, ഇവിടെ ഈ ഒരു സുമേധസ്സിൻ്റെ ആശ്രമത്തിൽ, ഈ ഒരു ബ്രാഹ്മണ ആശ്രമത്തിൽ ഇവിടെ എത്തിച്ചേരുന്നതിന് എന്താണ് കാരണം, അങ്ങ് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചിന്തകളിലൊക്കെ മുഴുകിക്കഴിഞ്ഞിരുന്ന തൻ്റെ പൂർവ്വകാലത്തെ സ്മരണകളും അതിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയും ഇങ്ങനെ ആകാമെന്നോർത്ത് വേവലാതി പൂണ്ട് കഴിഞ്ഞിരുന്ന സുരഥ രാജാവിൻ്റെ മുമ്പിലേക്കാണ് ഈ വൈശ്യൻ വന്നു പെടുന്നത്. നോക്കൂ, നമുക്ക് ജീവിതത്തിൽ ചില സമയങ്ങളിൽ വല്ലാതെ ദുഃഖങ്ങളും കഷ്ടങ്ങളും നമ്മളെ മഥിക്കുമ്പോൾ ഈശ്വര നിശ്ചയം പോലെ ചില വ്യക്തികൾ, ചില ജന്മങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചിലപ്പോൾ നഷ്ടബോധമാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ആവാം അവിടെ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ചില ജന്മങ്ങൾ, ചില ജീവിതങ്ങൾ നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ പാഴാക്കി കളയുന്ന ഈ സമയത്തിൻ്റെ മൂല്യമാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റു പല ജന്മങ്ങളെ അപേക്ഷിച്ച് എത്രയോ ധന്യമാണെന്ന് പഠിപ്പിക്കാനാവാം. ഇങ്ങനെ പല പല പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ് പലപ്പോഴും പല ജന്മങ്ങളും നമ്മുടെ ജീവിതയാത്രയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ഈ സുരഥ രാജാവിൻ്റെ ഈ ഒരു ചിന്താകുലനായിരുന്ന അവസ്ഥയിൽ കൺമുമ്പിൽ വന്നുപെട്ട ആ വൈശ്യനും ഇതുപോലെ ഒരു കഥയാണ് നമ്മളോട് ഇനിയും പറയുവാൻ പോകുന്നത്. അടുത്ത ശ്ലോകം. സശോക ഇവ കസ്മാത്വം ദുർമന ഇവ ലക്ഷ്യസേ ഇത്യാകർണ്യവചസ്തസ്യ ഭൂപതേ പ്രണയോദിതം. സശോക ഇവ കസ്മാത്വം ദുർമന ഇവ ലക്ഷ്യസേ. സശോക ഇവ, കണ്ടിട്ട് വളരെ ദുഃഖമുള്ളതുപോലെ തോന്നല്ലോ ഉള്ളിൽ. കസ്മാത്വം, എന്താണ് കാരണം? ദുർമന ഇവ ലക്ഷ്യസേ, ഭവാന്റെ മനസ്സ്, അങ്ങയുടെ മനസ്സ് ഏതോ വ്യാകുല ചിന്തകളിൽപ്പെട്ട, ദുർമന എന്ന് പറഞ്ഞാൽ മനസ്സേതോ വേണ്ടാത്ത ചിന്തകളിൽപ്പെട്ട് അലയുന്നതായിട്ട്, വല്ലാതെ ദുഃഖിക്കുന്നതായിട്ട് തോന്നുന്നുവല്ലോ. ഇത്യാകർണ്യ വചസ്തസ്യ ഭൂപതേ പ്രണയോദിതം. ഇതി ആകർണ്യാണ്, ഇത്യാകർണ്യ. ഇതെല്ലാം കേട്ടപ്പോൾ, സുരഥരാജാവിൻ്റെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ടപ്പോൾ 3 ചോദ്യമാണ് ചോദിച്ചത്. അങ്ങ് ആരാണ്? അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്? അങ്ങയുടെ മുഖം കണ്ടിട്ട് മനസ്സ് വല്ലാതെ ചിന്താകുലനായി കാണപ്പെടുന്നുവല്ലോ, ശോകം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നുവല്ലോ, എന്താണ് കാരണം? ഇങ്ങനെ 3 ചോദ്യങ്ങളായിരുന്നു സുരഥ രാജാവ് ചോദിച്ചത്. ഈ 3 ചോദ്യങ്ങൾ കേട്ടിട്ട്, ആകർണ്യ എന്നാൽ കേട്ടിട്ട്, വചസ്തസ്യ ഭൂപതേ പ്രണയോദിതം, വൈശ്യൻ വചസ്തസ്യ ഇങ്ങനെ മറുപടി പറഞ്ഞു. ഭൂപതേ പ്രണയോദിതം, ആ
രാജാവിനോട്, ഭൂപതി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതിയായിട്ടുള്ളവൻ, ആ രാജാവിനോട് പ്രണയോദിതം എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടു കൂടി തന്നെ, സ്നേഹത്തോടു കൂടി തന്നെ ഇപ്രകാരം മറുപടി പറഞ്ഞു. പ്രത്യുവാച സ തം വൈശ്യ പ്രശ്രയാവനതോ നൃപ. പ്രത്യുവാച ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. സ തം വൈശ്യ, ആ വൈശ്യൻ ഇപ്രകാരം പറഞ്ഞു. പ്രശ്രയാവനതോ നൃപം, വളരെയേറെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഇപ്രകാരം പറഞ്ഞത്. ഇനിയും പറഞ്ഞ കാര്യങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ, അടുത്ത ഒരു 3-4 ശ്ലോകങ്ങളിലായിട്ട് അദ്ദേഹം തൻ്റെ കഥ പറയുകയാണ്. വൈശ്യ ഉവാച, വൈശ്യൻ പറഞ്ഞു. സമാധിർനാമ വൈശ്യോഹമുത്പന്നോ ധനിനാം കുലേ പുത്രദാരൈർനിരസ്തശ്ച ധനലോഭാദസാധുഭിഃ. സമാധിർനാമ വൈശ്യോഹം, സമാധി എന്നു പേരുള്ള, സമാധി നാമ വൈശ്യ അഹം, ഒരു വൈശ്യനാണ് ഞാൻ. ഉത്പന്നോ ധനിനാം കുലേ, ഞാൻ ജനിച്ചത്, ഉത്പന്നനായതെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് ധനിനാം കുലേ, ഒരു ധനികളുടെ കുലത്തിലാണ്. അതായത് വളരെ ധനികനായ ഒരു കുടുംബത്തിലായി, ധനികമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പുത്രദാരൈർ നിരസ്തശ്ച ധനലോഭാദസാധുഭിഃ. പുത്രദാരൈ നിരസ്തശ്ച, പുത്രന് ദാരൈ എന്ന് പറഞ്ഞാൽ ഭാര്യ, അവര് നിരസ്തശ്ച ധനലോഭാദസാധുഭിഃ. ഈ പുത്രന്മാരും ഭാര്യയും ഒക്കെ എങ്ങനെയാണ്? ധനലോഭാദസാധുഭിഃ, വളരെ ലോഭവാന്മാരാണ്. അതുപോലെ ധനത്തിൽ തൻ്റെ ധനം അമിതമായി വിനിയോഗിക്കുന്നവരായിരുന്നു. ദുർബുദ്ധികളായിട്ടുള്ള പുത്രരും ഭാര്യയും ഒക്കെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ധനം, അതായത് ഈ സമാധി എന്നു പേരുള്ളതായിട്ടുള്ള ഈ വൈശ്യൻ്റെ ധനം ഉപയോഗിക്കാവുന്നതിൻ്റെ പരമാവധി വിനിയോഗിക്കും. കഴിഞ്ഞില്ല, മറ്റുള്ളവരുടെയൊക്കെ ധനവും പരദ്രവ്യവും അന്യായമായി കൈക്കലാക്കുന്ന ശീലവും അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് അവരാകട്ടെ ഇപ്പോൾ എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അതിനും വരുന്നുണ്ട്. അതായത് അങ്ങനെയുള്ളവരാണ് എൻ്റെ പുത്രന്മാരും ഭാര്യയും എന്ന് പറയുകയാണ്. അടുത്ത പറയുകയാണ്, വിഹീന സ്വജനൈർദാരൈ പുത്രൈരാദായ മേ ധനം. വിഹീന സ്വജനൈർദാരൈ, ഞാനാകട്ടെ ഇവിടെ ആരുമില്ലാതെ, സ്വജനൈർദാരൈ, സ്വന്തം ജനങ്ങളാരുമില്ല, ബന്ധുമിത്രാദികളാരുമില്ല, ഭാര്യയില്ല, പുത്രൈരാദായ മേ ധനം, പുത്രന്മാരുമില്ല, അവരൊക്കെ ആകട്ടെ ആദായ മേ ധനം, എൻ്റെ ധനം മുഴുവൻ അവർ കൈക്കലാക്കിയിട്ട് എന്നെ പുറത്താക്കിയിരിക്കുകയാണ്, എന്നെ ആട്ടിപ്പായിച്ചു അവിടെ നിന്ന്. അങ്ങനെയുള്ള ആ യാത്രയിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അത് വരുന്നുണ്ട് കഥ. അപ്പോൾ പറയുകയാണ്, നോക്കൂ, ഇവിടെ ഒരാൾ വന്നത്, തൻ്റെ ആ രാജാവിൻ്റെ സങ്കടം എന്തായിരുന്നു? തൻ്റെ ഭൃത്യന്മാർ ശത്രുക്കളോടുകൂടി ചേർന്ന് തൻ്റെ സമ്പത്തും രാജ്യവും എല്ലാം കൈക്കലാക്കിയിട്ട് തനിക്ക് അവിടെ നിന്നും ഓടിപ്പോകേണ്ടി വന്നു. തന്നെ പുറത്താക്കുകയല്ല, തനിക്ക് അവിടെ നിന്നും അത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവിടെ നിന്നും നായാട്ടിൻ എന്നോണം പുറപ്പെട്ടതാണ് വനത്തിലേക്ക്. ഇവിടെയാകട്ടെ ഭാര്യയും പുത്രന്മാരും തന്നെ സർവ്വസമ്പത്തും കവർന്നെടുത്തിട്ട് ഈ സമാധി എന്നു പേരുള്ളതായിട്ടുള്ള ഈ വൈശ്യനെ പുറത്താക്കിയിരിക്കുകയാണ്. ഇനിയും അപ്പോഴോ വനം അഭ്യാഗതോ ദുഃഖി നിരസ്തശ്ചാപ്തബന്ധുഭി സോഹം ന വേദ്മി പുത്രാണാം കുശലാകുശലാത്മികാം. വനമഭ്യാഗതോ ദുഃഖി, അങ്ങനെയുള്ള ഞാൻ, ദുഃഖിയായിരുന്ന ഞാൻ, എൻ്റെ ധനം മുഴുവൻ അപഹരിച്ചു. എനിക്ക് ധനമില്ല, സമ്പത്തില്ല, ഭാര്യയില്ല, പുത്രന്മാരില്ലാതെ ഞാൻ വനമഭ്യാഗതോ, ദുഃഖിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു. നിരസ്തശ്ചാത്മബന്ധുഭി, ഒരു കൂട്ടുകാരനോട് കൂടിയിട്ടാണ് ഞാൻ. ദുഃഖമാകുന്ന ഒരു കൂട്ടുകാരൻ, എൻ്റെ അവിടെ കൂട്ടുകാരൻ ആരാ? ആത്മബന്ധു എന്ന് പറയുന്നത് ദുഃഖം മാത്രമായിരുന്നു. ആ ദുഃഖത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ സോഹം ന വേദ്മി പുത്രാണാം കുശലാകുശലാത്മികാം,
സോഹം, സഹ അഹമാണ് സോഹം. ഇവിടെ ഇങ്ങനെ വനത്തിലെത്തിയെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോഴും അഹം ന വേദ്മി പുത്രാണാം കുശലാകുശലാത്മികാം. ന വേദ്മി അറിയാത്തതുകൊണ്ട്, എന്ത് പുത്രാണാം അതായത് എൻ്റെ പുത്രരുടെയും എൻ്റെ സ്വജനങ്ങളുടെയും ഭാര്യയുടെയും ഒക്കെ കുശലാകുശലാത്മികാം, കുശലാകുശലങ്ങളൊക്കെ എങ്ങനെയിരിക്കുന്നു എന്നറിയാതെ, അവരുടെ ജീവിതം അവരുടെ വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട്, അവരുടെ സുഖവും ദുഃഖവും ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ദുഃഖിച്ചിരിക്കുന്നു. തന്നെ ആട്ടിപ്പായിച്ചവരുടെ സുഖദുഃഖങ്ങൾ അറിയാതെ പോയത് കൊണ്ടുള്ള ദുഃഖത്തിൽ, അറിയാൻ കഴിയാത്തതിലുള്ള ദുഃഖത്തിൽ ഞാൻ ദുഃഖമെന്ന ആത്മമിത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആ വൈശ്യൻ പറഞ്ഞ കഥ മുഴുവൻ പറഞ്ഞിട്ട് ഇന്നത്തെ സത്സംഗം നിർത്താമെന്ന് കരുതുന്നു. പ്രവൃത്തിം സ്വജനാനാഞ്ച ദാരാണാം ചാത്ര സംസ്ഥിത കിം നു തേഷാം ഗ്രഹേ ക്ഷേമമക്ഷേമം കിം നു സാമ്പ്രതം കഥം തേ കിം നു സദ്വൃത്താ ദുർവൃത്താ കിം നു മേ സുതാ. പ്രവൃത്തിം സ്വജനാനാഞ്ച, തൻ്റെ സ്വജനങ്ങളുടെ പ്രവൃത്തികൾ. അപ്പോൾ ഭാര്യയുടെയും പുത്രന്മാരുടെയും ഒക്കെ കുശലാകുശലങ്ങൾ അറിയാൻ കഴിയുന്നില്ല. സ്വജനങ്ങളുടെ പ്രവൃത്തികൾ, അവരൊക്കെ എങ്ങനെയായിരിക്കാം എന്നുള്ളത് ഓർക്കുമ്പോൾ അതും ഒരു സങ്കടം. പിന്നെയോ ധാരാണം ചാത്ര സംസ്ഥിത, അതുപോലെ തന്നെ തൻ്റെ പ്രിയ പത്നിയുടെയും തൻ്റെ ധർമ്മപത്നിയുടെ വിവരങ്ങളും. എന്നോട് ദയൊന്നുമില്ലാതെയാണ്, സ്നേഹമില്ലാതെയും ഒക്കെയാണ് പുത്രന്മാരും ഭാര്യയും ഒക്കെ പെരുമാറിയതെങ്കിലും അവരോട് അതേപോലെ വിപരീതമായി പ്രവർത്തിക്കുന്നതിനു പകരം അവരോട് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം അവരുടെ വിവരങ്ങൾ അറിയാത്തതുകൊണ്ട് എന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കിംനു തേഷാം ഗ്രഹേ ക്ഷേമം അക്ഷേമം കിംനു സാമ്പ്രതം. ഇപ്പോൾ അവർ കിംനു തേഷാം അവർ ഗൃഹേ ക്ഷേമം അക്ഷേമം കിംനു സാമ്പ്രതം. ഗൃഹേ ക്ഷേമം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഗൃഹങ്ങളിലൊക്കെ സുഖമായിട്ട് കഴിയുന്നുവോ, അതോ അക്ഷേമം കിംനു സാമ്പ്രതം അവർ ദുഃഖിച്ച് കഴിയുകയായിരിക്കും, അവർക്ക് സുഖമായിരിക്കുമോ, അവരെങ്ങനെയാവും കഴിയുന്നത്, അവർ സദ്വൃത്തരായിട്ടായിരിക്കുമോ അതോ ദുർവൃത്തരായിട്ട് കഴിയുന്നുണ്ടാവുമോ എൻ്റെ അസാന്നിധ്യത്തിൽ. കഥം തേ കിംനു സദ്വൃത്ത ദുർവൃത്ത കിംനു മേ സുത. എൻ്റെ പുത്രന്മാരൊക്കെ ദുർവൃത്തന്മാരായിട്ടുണ്ടാവുമോ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ, അതോ എൻ്റെ അസാന്നിധ്യത്തിലും അവരൊക്കെ ധർമ്മം കൈവെടിയാതെ ജീവിക്കുന്നുണ്ടാവുമോ. ഞാൻ അവരുടെ ജനനത്തിനൊരു കാരണക്കാരനെന്നല്ലാതെ സത്യത്തിൽ ഞാൻ ഇങ്ങനെയല്ല, എൻ്റെ ഒരു ധർമ്മബോധം അവർക്കില്ല. അവരൊന്നും ആ അർത്ഥത്തിൽ നോക്കിയാൽ എൻ്റെ പുത്രരാണെന്ന് പറയുക വയ്യ. കാരണം ഈ ഇഹലോകത്തിൽ ദുഃഖത്തിൽ നിന്നും അതേപോലെ പരലോകത്തിൽ നരകത്തിൽ നിന്നും തങ്ങളുടെ മാതാപിതാക്കളെ രക്ഷിക്കുന്നവരാണ് പുത്രർ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തനിക്ക് ഇപ്പോൾ കിട്ടിയത് എന്താ? പുത്രന്മാരിൽ നിന്നും തൻ്റെ ധർമ്മപത്നിയിൽ നിന്നും കിട്ടിയത്, തൻ്റെ സ്വജനങ്ങളിൽ നിന്ന് കിട്ടിയതൊക്കെ ദുഃഖം മാത്രമാണ്. അതുകൊണ്ട് തന്നെ താൻ ജന്മം കൊടുത്തു എന്നതൊഴിച്ചാൽ ഇവരൊക്കെ തൻ്റെ പുത്രന്മാരാണോ, പുത്രൻ എന്ന പദത്തിന് ഇവർ യോഗ്യരാണോ എന്ന് അറിയില്ല. ഇതൊക്കെയാണ് രാജാവേ എന്നെ വിഷമിപ്പിക്കുന്നത്. ഇതാണ് എൻ്റെ ഉള്ളിലെ ശോകത്തിന് കാരണം. അപ്പോൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും പറഞ്ഞു. അങ്ങ് ആരാണ്, അങ്ങ് എന്താണിവിടെ, അങ്ങയുടെ ഉള്ളിലെ ദുഃഖം എന്താണ്? 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പറഞ്ഞ് വൈശ്യൻ നിർത്തി. ഇനി അടുത്തത് ആ സുരഥ രാജാവ് പറയുന്നതാണ്. അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാമെന്ന് കരുതുന്നു. 10 ശ്ലോകം വെച്ച് പോകാമെന്നാണ് കരുതുന്നത്. ചിലപ്പോൾ ഇതുപോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നിടത്ത് വെച്ച് അത് പൂർണ്ണമാക്കിയിട്ട്, വൈശ്യൻ പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തത്. കഴിയുന്നതും 10 ശ്ലോകത്തിൽ തന്നെ നിർത്താമെന്നാണ് കരുതുന്ന ഓരോ സത്സംഗവും. പിന്നെയൊക്കെ ജഗദംബികയുടെ നിശ്ചയമാണ് എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും എത്ര പറയണമെന്നുമുള്ളത്. എല്ലാം അമ്മയുടെ സങ്കല്പം പോലെ നടക്കട്ടെ. അമ്മ പറയിപ്പിച്ചതൊക്കെയും അമ്മയുടെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നാളത്തെ സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര
ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.